വയനാടിന് കൈത്താങ്ങാവുന്നതിന് വിവാഹ ചടങ്ങിലെ ഭക്ഷണ വിതരണം ഏറ്റെടുത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ആലുവ ശ്രീമൂല നഗരം മേഖലാ കമ്മിറ്റിയിലെ പ്രവർത്തകരാണ് റീബിൽഡ് വയനാടിനായി കാറ്ററിംഗ് ജോലിയിൽ ഏർപ്പെട്ടത്. ശ്രീമൂലം നഗരം സ്വദേശികളായ അനസിന്റെയും അഭിനയുടെയും വിവാഹ ചടങ്ങാണ് വയനാടിനായുള്ള കരുതലിന്റെ വേദിയായി മാറിയത്. ചടങ്ങിലെ ഭക്ഷണ വിതരണം ഏറ്റെടുത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകർ അതിൽ നിന്നുള്ള വരുമാനം വയനാടിനായി മാറ്റിവെച്ചു. നവദമ്പതികളുടെ വീട്ടുകാരോട് ഡിവൈഎഫ്ഐ ഇത്തരമൊരു ആശയം പങ്കുവച്ചപ്പോൾ തന്നെ ഇരു വീട്ടുകാരും പൂർണ്ണ മനസ്സോടെ സമ്മതം മൂളി. 40ഓളം പ്രവർത്തകരാണ് കാറ്ററിംഗ് ജോലി ചെയ്ത് റീബിൽഡ് വയനാടിനായി കൈകോർത്തത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വയനാട്ടിലെ ദുരന്തം അനുഭവിക്കുന്ന ജനതയെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. പഴയ വസ്തുക്കൾ ശേഖരിച്ചുകൊണ്ടും വിവിധ തരം ചലഞ്ചുകളും മറ്റും ഏറ്റെടുത്തുകൊണ്ടുമാണ് ഡിവൈഎഫ്ഐ ആ വീടുകൾക്കുള്ള പണം സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ശ്രീമൂലനഗരം മേഖലാ കമ്മിറ്റി ഇവിടെ ഇവിടെ നടക്കുന്ന ഈ കല്യാണത്തിൻ്റെ കാറ്ററിംഗ് വർക്ക് പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന തുക പൂർണ്ണമായും വയനാട്ടിലെ ഭവന നിർമ്മാണത്തിന് വേണ്ടി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ഈ കല്യാണ വീട്ടിൽ ഈ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത്. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഡിവൈഎഫ്ഐക്ക് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് വയനാട്ടിലെ ജനതയെ സഹായിക്കുന്നതിന് വേണ്ടി മുമ്പോട്ട് വരുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാഴ്മരങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയും 5 ബസ്സുകളിൽ നിന്നുള്ള വരുമാനം ശേഖരിച്ചും മുണ്ട് ചലഞ്ച് നടത്തിയും ഡിവൈഎഫ്ഐ ശ്രീമൂലം നഗരം മേഖലാ കമ്മിറ്റി വയനാടിനായി പണം കണ്ടെത്തിയിരുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന 25 വീടുകൾക്കായിരുന്നു ധനസമാഹരണം. കൈരളി ന്യൂസ്, കൊച്ചി.